ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കുഞ്ഞുനാളിന് മുതലേ ഒരുപാട് കേട്ടതും വായിച്ചറിഞ്ഞതുമായ വചനം. പക്ഷേ വ്യക്തിപരമായ നിലയിൽ എങ്ങനെയാണ് മിശിഹായ്ക്ക് സാക്ഷിയാവുക എന്ന വലിയ സംശയം എപ്പോഴും എന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ഒരനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ഡിഗ്രി പഠനകാലത്താണ് എല്ലാ ദിവസവും വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ദൈവവചനം, വിശുദ്ധ ബൈബിളിലെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള ദൈവത്തിന്റെ വചനം ഇടാൻ തുടങ്ങിയത്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഞാനത് അവിടെ വെച്ച് നിർത്തി. അത് കഴിഞ്ഞ് പിന്നീട് കൊറോണ സമയമൊക്കെ ആയിരുന്നു. അത് പിന്നീട് തുടർന്ന് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അതിനുശേഷം തിരിച്ച് കോളേജിൽ ചെന്നപ്പോൾ എന്റെ ഒരു സീനിയർ ചേച്ചി എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ വചനഭാഗം അങ്ങനെ ഇടാത്തത്? കാരണം നീ അങ്ങനെ ചെയ്തിരുന്നത് കൊണ്ട് അന്നേ ദിവസം ആ ബൈബിൾ വചനം ചേച്ചിക്ക് കൂടുതൽ മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്തുവാനും കുറച്ചുകൂടി ഈശോയോടും കുറച്ചുകൂടി ബൈബിളിനെ ആഴത്തിൽ അറിയാനും സാധിച്ചിരുന്നു എന്നുള്ളത്. ആ സമയം എനിക്കതൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ഈശോയെ എങ്ങനെ മഹത്വപ്പെടുത്താം, ഈശോയെ എങ്ങനെ സാക്ഷ്യം വഹിക്കാം എന്നുള്ള സത്യം ഞാൻ അന്ന് മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഞാനിടുന്ന ഈ ദൈവവചനം വഴി ദൈവത്തിന്റെ വചനം അവരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അവരെനിക്ക് റെസ്പോൺസ് തരികയുണ്ടായി. അതെനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, നമ്മുടെ ബലഹീനതകളിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയെ എങ്ങനെ മഹത്വപ്പെടുത്താം എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ വന്നു. എന്റെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്കും താങ്ങും തണലുമായത് ഈ ദൈവവചനം തന്നെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എന്നെ സംബന്ധിച്ച് എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി തന്നത് ഈ വചനം തന്നെയാണ്. അന്ന് ഞാൻ മനസ്സിലാക്കി, എനിക്ക് റെസ്പോൺസ് തന്ന എല്ലാവരും അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വചനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാക്കി അത് മാറ്റിയതെന്നുള്ളത്. അതിനാൽ വിശുദ്ധ ബൈബിളിനെ ഒരു വിശുദ്ധമായ ഗ്രന്ഥം എന്നതിലുപരി മനുഷ്യന്റെ ഏതവസ്ഥയിലും അവന് താങ്ങും തണലായും അവനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെയും കണ്ടുമുട്ടാനുള്ള ഇടമായി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതകളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയ്ക്ക് സാക്ഷികളായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനായി ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.